ഹലോ, വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ മോരുകറിയാണ്. അത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാം. അതിനു വേണ്ടി ഞാനിവിടെ മത്തങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമായി മത്തങ്ങ നമുക്ക് വേവിച്ചെടുക്കാം. 2 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്തെടുക്കാം. മത്തങ്ങ വേവിച്ചെടുക്കുന്നതിനായി ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മത്തങ്ങ നമുക്ക് വേവിച്ചെടുക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മോരുകറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇതൊരു തിക്ക് ബാറ്ററാക്കി അരച്ചെടുക്കാം. മത്തങ്ങ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കട്ടത്തൈര് മിക്സിയിൽ അടിച്ചത് കൂടി ചേർത്തെടുക്കുക. തൈര് ചേർത്ത് ചെറുതായി പതച്ചു വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വറവിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തെടുക്കുക. കുറച്ച് ചുവന്നുള്ളി ചേർത്തെടുക്കുക. 3 വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്തെടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. വറവ് നമുക്ക് മോരുകറിയിലേക്ക് ചേർക്കാം. മോരുകറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.